Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, miss. Good afternoon. മഴയൊക്കെ പോയല്ലേ? മഴയൊക്കെ പോയി മാഡം. മഴയൊക്കെ പോയി അല്ലേ? വരും അല്ലേ? മഴയൊക്കെ പോയി മാഡം. ഇപ്പൊ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, റിസൾട്ട് ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാന്നായിരിക്കും അല്ലേ? അന്നേരം പറയണ്ട ഐ വിൽ കം അല്ലേ? വെരി സ്ട്രോങ്ലി പറഞ്ഞിട്ടാണ് പോയേക്കണത് കേട്ടോ. എവിടെയെങ്കിലും പ്രതീക്ഷിക്കാം. ഓക്കെ, എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു? ആ മാഡം, ഹാപ്പി ആയിട്ടിരിക്കുന്നു മാഡം. Yes, ma'am. Madam. Ma'am. ഓക്കെ, മാഡത്തിന്റെ സ്ഥലം എവിടെയാണ് മാഡം? ഞങ്ങള് നോർത്ത് പറവോ. ട്രിവാൻഡ്രം മാഡം. നോർത്ത് പറവോ. എറണാകുളം. എറണാകുളം. ഞാൻ ട്രിവാൻഡ്രം മാഡം. എല്ലാവരും എത്തിയോ? ഊണൊക്കെ കഴിച്ചോ? ഊണ് കഴിച്ചില്ല മാഡം, ഇനി 3:30 ശേഷം തന്നെ. എന്താ ഊണേക്കാതിരുന്നേ? 1 മണിക്ക് ഇപ്പൊ ക്ലാസ് തുടങ്ങിയ ടൈം തൊട്ട് ഞാൻ 3:30 കഴിക്കണം മാഡം. എന്തിന്റെ ക്ലാസ്? അല്ല, ഈ ക്ലാസ് തുടങ്ങിയ അന്ന് ഇതുപോലെ നമുക്കിപ്പം 1 മാസമല്ല, അന്ന് ക്ലാസ് തുടങ്ങിയ അന്ന് 3:30 ശേഷമാണ് കഴിക്കുന്നത്. ഓ, സകലക്ക് ടൈം കിട്ടിയില്ല അല്ലേ? അല്ല, കഴിച്ചിട്ടിരിക്കുമെങ്കിൽ ഉറങ്ങിപ്പോ മാഡം. ശരി, അപ്പൊ ക്ഷീണം ഉണ്ടാവും അല്ലേ? ക്ഷീണം വരും അല്ലേ? ഓ മാഡം. ഡെഡിക്കേറ്റഡ് കോഴ്സ് ആണ്. അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ. ഊണ് കഴിക്കേണ്ട സമയത്ത് ഊണ് കഴിക്കണം. കഴിക്കാൻ എന്ത് സംഭവിക്കും? മാം കഴിച്ചോ? ഞാൻ കഴിച്ചു. നിങ്ങൾ സമയത്തിന് ഭക്ഷണം കഴിക്കണം. കാരണം വെച്ചാല് അവിടെ എന്ത് നമ്മുടെ ശരീരത്തിൽ HCl ഫോം ചെയ്യുന്നുണ്ട്. ഡൈജഷൻ പഠിച്ചിട്ടുണ്ടാവും. ഡൈജഷനിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ? അത് ടൈമിന് എന്ത് ചെയ്യും? അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ദഹന സമയത്ത്. ആ ദഹന സമയത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫുഡ് ഓൾറെഡി നമ്മളത് കഴിച്ചിട്ടില്ല എങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ. അത് നമ്മുടെ സ്ഥിരമായി അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ എന്തിനെ ബാധിക്കും? ഇൻഡസ്ട്രിയെ നന്നായിട്ട് അത് ബാധിക്കും. അപ്പോ അവിടെയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രധാന സ്വഭാവം അറിയാലോ. അറിയാം നിങ്ങൾക്ക് അല്ലെ? തൊലിയൊക്കെ പോകും അല്ലെ? അപ്പൊ നമ്മുടെ ശരീരത്തില് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, വളരെ ദോഷകരമല്ലാത്ത രീതിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇൻഡസ്ട്രിയൽ വാളിന് നന്നായിട്ട് ബാധിക്കും. എന്നാണ്, നോട്ട് യു ടേക്ക് ഫുഡ് in correct time. You have to take, you have food in correct time. Correct time le food കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ that will perish your intestinal wall. Intestinal wall നെത് നശിപ്പിക്കും. That will be caused to become as a ulcer. അതേപോലുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് you never get rid of your breakfast, lunch and dinner in the correct time. Okay? Okay, madam. അത് എക്സാം ഉണ്ട്, PSC എക്സാം കാസർഗോഡ് വെച്ച്. ഇപ്പൊ അതിന്റെ ഉള്ള ഒരു ഓട്ടത്തിലാണ്. ടിക്കറ്റ് ഒക്കെ ഒന്ന് ഓക്കെ ആയി. പോകുന്ന സമയത്ത് ഭക്ഷണമൊക്കെ ആയിട്ട് പോവുക. അത് ടൈമിനെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നമ്മളിങ്ങനെ വന്നിരിക്കാൻ പറ്റുള്ളൂ അല്ലേ? ആരോഗ്യമില്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ മുന്നിലിരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ സമയത്തിന് ഭക്ഷണം കഴിക്കുക. ഓക്കെ? ഓക്കെ മാഡം. Now we are going to study about
demonstrative pronoun. And the former class, we have studied about which pronoun? Possessive. Yes, Possessive pronoun. and possessive pronoun, and it's before one thing, one pronouns to discuss. Personal pronoun. Oh yes, personal pronoun and the possessive pronoun. And also studied about reflective pronoun and the emphatic pronoun. Alle? Yes. Reflective pronoun, reflective and emphatic pronouns കുറിച്ച് ഞാനിവിടെ പറഞ്ഞതല്ലേ? പറഞ്ഞിരുന്നോ? ഇല്ല മേഡം, മേഡം പോസസീവ് വരെ എടുത്തിട്ടുള്ളൂ അല്ലേ? നമുക്കറിയാം പേഴ്സണൽ പ്രോനൗൺ എന്താണെന്നും പൊസസീവ് പ്രോനൗൺ എന്താണെന്നും നമുക്ക് ഓൾറെഡി about it നമുക്ക് നന്നായിട്ട് അറിയാം അല്ലെ? ആൻഡ് now we are studying about reflective pronoun. അതെന്നെ നോക്കിയത് കേട്ടോ. റിഫ്ലക്റ്റീവ് അല്ല, റിഫ്ലെക്സീവ്. Reflexive pronoun or emphatic pronoun. Reflect അല്ലേ? reflective കേട്ടോ, reflective pronoun അല്ലേ? What is the meaning of reflection? പ്രതിഫലനം. പ്രതിഫലനം അല്ലെ? പ്രതിഫലിപ്പിക്കുക അല്ലെ? ഒരു ഇമേജ് ഒരു പ്രതിഫലനമാണ് അല്ലെ? അപ്പൊ അതായത് ഒരു ഫോക്കസ് എന്താണ്, ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നു, തലതിരിച്ചായിട്ടാണ് കാണുന്നു അല്ലെ? ആ വസ്തുവിന്റെ ഒരു എന്താണ്, ഒരു പ്രതിബിംബം അവിടെ രൂപപ്പെടുന്നു അല്ലെ? There is making an image അല്ലെ? ഇമേജ് അവിടെ രൂപപ്പെടുന്നുണ്ട് അല്ലെ? ഒരു ഇമേജ് അവിടെ രൂപപ്പെടുന്നു. നമുക്ക് ഒരു റിഫ്ലക്റ്റ് എന്ന് പറയുന്നത് അല്ലെ? ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, ഒരു കണ്ണാടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഇമേജ് രൂപപ്പെടുമ്പോഴാണ് അതിവിടെ നമ്മുടെ കണ്ണാടിയിലൊക്കെ അത് നേരായിട്ട് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണുന്നത് അല്ലേ? അതാണ് റിഫ്ലക്റ്റീവ് reflexive pronoun or emphatic. What is the meaning of emphatic? John, he delivered speech in UN and he spoke about his ideas emphatically. John എന്ന് പറയുന്ന ആൾ, ജോൺ ബൈഡൻ ആയിക്കോട്ടെ, ജോൺ ബൈഡൻ he delivered his speech in UN അല്ലെ? യുഎനില് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ സ്പീച്ച് അവിടെ നടത്തി അല്ലെ? ആൻഡ് he spoke about എന്തെന്നാണ് പ്രസംഗിച്ചത്? about his ideas അല്ലെ? എന്താണ്? emphatic, വളരെ ശക്തമായി തന്നെ അദ്ദേഹത്തിന്റെ ഐഡിയാസ് അദ്ദേഹം അവതരിപ്പിച്ചു അല്ലെ? പ്രസംഗിച്ചു എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോ emphaticന്റെ മീനിങ് എന്തായിരിക്കണം? ഊന്നൽ നൽകി പറയുക.
ഊന്നി പറയുക അല്ലെ. അപ്പോ ഊന്നി പറയുക എന്നുള്ളതാണ് ഊന്നൽ അല്ലെ. ഊന്നി പറയുക എന്നതാണ് എംഫാറ്റിക് എന്ന് പറഞ്ഞത്. അപ്പോ ഈ എംഫാറ്റിക്കില് വരുന്നതില് എന്താണ്, ഞാനിപ്പോ പറയാണ് I did it. I did it അല്ലെ. അതായത് ഞാൻ അത് ചെയ്തു. ഈ ഞാൻ അത് ചെയ്തു എന്നുള്ളതിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാനൊന്ന് കൂടുതലായിട്ട് എംഫസൈസ് ചെയ്ത് പറയുക, അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്ത് പറയുന്നു അല്ലെ. ഒരു റിഫ്ലക്ട് ചെയ്ത് പറയുന്ന സമയത്ത് ഈ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് അവിടെ റിഫ്ലക്ട് ചെയ്ത് വരുന്നത്. ഐ എന്നുള്ളത് എന്താവുന്നു, മൈസെൽഫ് എന്താവുന്നു, പഠിച്ചിട്ടുണ്ടാവും. ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ് അല്ലെ. അപ്പോ ഞാൻ ചെയ്തു എന്നുള്ളത് ഞാൻ തന്നെ ചെയ്തു, ഞാൻ തന്നെയാണ് ചെയ്തത് അല്ലെ. ഞാൻ തന്നെ ചെയ്തുന്നോ ഞാൻ തന്നെയാണ് ചെയ്തതെന്നോ അല്ലെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ തന്നെ ചെയ്തു എന്നോ ഞാൻ തന്നെയാണ് ചെയ്തതെന്നോ, അതായത് അപ്പൊ പറയില്ല. ഐ വന്നു കഴിഞ്ഞാല് മൈസെൽഫ് ചേർക്കാൻ പാടുള്ളൂ, അത് നിയമമാണ്. വി വന്നു കഴിഞ്ഞാല് ഔസെൽഫ് ചേർക്കാം കേട്ടോ. നിയമം ഒരിക്കലും മാറില്ല കേട്ടോ. ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ് അല്ലെ. ഞാനത് ഞാൻ തന്നെയാണ് ചെയ്തതെന്നാണ് ഇവിടെ പറഞ്ഞത്. ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ്. അപ്പോ ആക്ഷൻ ഓഫ് ദ സബ്ജക്ട്. അപ്പോ എന്താണ് റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് വെച്ചാല് ആക്ഷൻ ഓഫ് ദ സബ്ജക്ട്. ഏതിന്റെ ആക്ഷൻ ആണ്, സബ്ജക്റ്റിന്റെ ആക്ഷൻ. ആ ആക്ഷൻ ടേൺസ് ബാക്ക് ടു, അത് എന്ത് ചെയ്യുന്നു, ടേൺസ് ബാക്ക് ടു ഓർ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് അല്ലെ. ദാറ്റ് റിഫ്ലെക്ട്സ് upon the same subject അല്ലെ. ആക്ഷൻ ഓഫ് ദ സബ്ജക്റ്റ് ആണ് ഒരു സബ്ജക്റ്റിന്റെ ആക്ഷൻ. അത് എന്ത് ചെയ്യുന്നു, ടേൺസ് ബാക്ക് ചെയ്യുക, അതായത് തിരിച്ചു തന്നെ വരിക അല്ലെ. അതായത് എന്താണ്, ഞാൻ എന്ന് പറയും ഞാൻ തന്നെ എന്നുള്ളത് അല്ലെ, അങ്ങനെ ആകും. ടേൺസ് ബാക്ക് ടു ഓർ റിഫ്ലെക്ട്സ് അപ്പോൺ ദ സെയിം സബ്ജക്റ്റ്. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ആ സെയിം സബ്ജക്റ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, റിഫ്ലക്റ്റീവ് പ്രോനൗൺ അല്ലെങ്കിൽ റിഫ്ലെക്സീവ് പ്രോനൗൺ, അല്ല എങ്കിൽ ഏത് എംഫാറ്റിക് പ്രോനൗൺ എന്ന് പറയുന്നത്. കറക്റ്റ് ആയോ? അപ്പോ അതില് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, നമ്മളിപ്പോ ഐ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഐയുടെ അവിടെ നമ്മൾ എപ്പോഴും ചേർക്കേണ്ടത് മൈസെൽഫ് ആണ്. ഐ എപ്പോഴും എന്തായിരിക്കുള്ളൂ, മൈസെൽഫ് എന്നാണ് ചേർക്കേണ്ടത്. യു ആണെങ്കിലോ യുവർ. ഇനി രണ്ടുണ്ട് കേട്ടോ. അത് ചിലപ്പോ യു ഒരു സിംഗുലർ ആയിട്ട് വരികയാണെങ്കിൽ യുവർ സെൽഫ് എന്നും, പ്ലൂറൽ ആയിട്ടാണ് വരികയാണെങ്കിൽ യുവർ സെൽസ് എന്നും ചേർക്കണം. ഇൻ കേസ് കേട്ടോ, ഇൻ കേസ് ഏതെങ്കിലും ഇതില് ഇപ്പൊ നീ തന്നെ എന്ന് പറയണെങ്കിൽ എന്താണ്, നീ തന്നെയാണ് യുവർ സെൽഫ് എന്ന് പറയാം കേട്ടോ. അപ്പൊ അതിൽ തെറ്റൊന്നുമില്ല. സിംഗുലർ ആണെങ്കിൽ യുവർ സെൽഫ് എന്നും, പ്ലൂറൽ ആയിട്ട് നമ്മളെ ഇപ്പൊ കുറെ ആളുകൾ ഇരിക്കുമ്പോ അവർ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് എന്ത് പറയാം, നിങ്ങൾക്ക് തന്നെ എന്നുള്ള യുവർ സെൽഫ് എന്ന് ഉപയോഗിക്കാം. അവിടെ യുവർ സെൽഫ് എന്ന് ഉപയോഗിക്കാൻ പാടില്ല പ്ലൂറലില്. അപ്പോ നമ്മൾക്ക് ഇങ്ങനെ പഠിച്ചാൽ മതി. യു ഇപ്പോ നിങ്ങൾക്കറിയാവുന്ന യുവർ സെൽഫ് എന്ന് പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞു തന്ന ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. യുവർ സെൽഫ് എന്നും, ഹിം എന്താ, ഹി എന്താവും, ഹിം സെൽഫ് എന്ന്. ഷീ എന്താവും, ദേയോ themselves അല്ലേ. we
ourselves. ourselves എന്നല്ല ourselves കേട്ടാ. അപ്പോ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് സിംഗുലർ ആണെങ്കിൽ സബ്ജക്ട് സിംഗുലർ പൊസിഷനിലാണെങ്കിൽ SCLFും പ്ലൂറൽ പൊസിഷനിലാണെങ്കിൽ SCLVESും ചേർക്കണം. ഓക്കെ ആയോ? ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്താൽ മാത്രമാണ് എല്ലാവർക്കും ക്ലാസ് കേൾക്കാൻ പറ്റുള്ളൂ. You should mute your microphones. And അപ്പൊ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞെന്താന്ന് വെച്ചാല് I did it myself എന്ന് പറഞ്ഞു അല്ലെ. ഇത് I എന്ന് പറയുന്ന സബ്ജക്റ്റിനെ എന്ത് എഴുതിയിരിക്കുന്നു? തിരിച്ച് റിഫ്ലക്ട് ചെയ്തിരിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് അല്ലെ? റിഫ്ലക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ആ റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് അങ്ങനെയാണെങ്കിൽ ഇത് ഏത് സ്ഥലത്താണ് വന്നേക്കണം? ഒബ്ജക്റ്റിന്റെ പ്ലേസിലാണ് അല്ലെ. നമ്മൾ പറയൂ അല്ലെ, സബ്ജക്റ്റ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് SVO അല്ലെ. അങ്ങനെയാണ് ഒരു സെന്റൻസ് ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു സെന്റൻസ് ഫോമിന്റെ ഇതാണ് S+V+O അല്ലെ. അത് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഇതൊക്കെ കൂടി ചേരുമ്പോ മാത്രമാണ് ഒരു ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തല്ലേ മൈസെൽഫ് വന്നിരിക്കുന്നത്. അപ്പോ അതിപ്പോ നമുക്ക് ഒരു റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുമ്പോൾ സാധാരണഗതിയില് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തായിരിക്കുള്ളൂ അതിനെ റിഫ്ലക്ട് ചെയ്ത് വന്നിരിക്കുന്ന എന്തുണ്ടാവുള്ളൂ? പ്രോനൗൺ വരികയുള്ളൂ. അതിനെ റിഫ്ലക്ട് ചെയ്തിരിക്കുന്ന പ്രോനൗൺ എവിടെയാണ് വരുന്നത്? ഇൻ ദ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് അല്ലെ. ആ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റില് വി ക്യാൻ സീ ദാറ്റ് പ്രോനൗൺ അല്ലെ. ദ റിഫ്ലക്റ്റീവ് പ്രോനൗൺ ഇൻ ദാറ്റ് സെന്റൻസ്. മനസ്സിലായോ? ആ സെന്റൻസില് റിഫ്ലക്ട് ചെയ്തിരിക്കുന്ന പ്രോനൗൺ കാണുന്നത് ഒബ്ജക്റ്റീവ് പ്ലേസിലായിരിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ? ഓക്കെ, ജോഷുവ ഷാജി ഹലോ. മനസ്സിലായോ? Understand what I said it. എന്താ ഞാൻ പറഞ്ഞത്? ജോഷുവ ഷാജിക്ക് എന്താ മനസ്സിലായത്? അത് പറഞ്ഞാ മതി എന്നോട്. ജോഷുവ ഷാജിക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. മനസ്സിലായില്ല. മനസ്സിലായില്ല. ഓക്കെ, ഇനി ജോബിമോൾ ജോസ്. ജോബിമോൾ ജോസ്. Madam, I will tell you. എന്താണ് ബിനോയ്? I will tell you. എന്താണ്? I will tell you, madam. ഞാൻ പറയാം. ഹലോ. ഓക്കെ. മാഡം, നമ്മള് റിഫ്ലെക്സീവ് പ്രോനൗണിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ റിഫ്ലെക്റ്റീവ് പ്രോനൗൺസിന്റെ ഓരോ എക്സാമ്പിൾസ് ആണ് മൈ സെൽഫ്, യുവർ സെൽഫ്, അവർ സെൽഫ്, ഹെർ സെൽഫ്, ഹിംസെൽഫ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒരു എക്സാമ്പിൾ പറയാനെന്ന് വെച്ചാൽ they look himself, അങ്ങനെയൊക്കെ പറയാം. ഹിംസെൽഫ്, ഹെർ സെൽഫ്, അവർ സെൽഫ്, അങ്ങനെയൊക്കെ എക്സാമ്പിൾ ഉപയോഗിച്ചിരുന്നത് അല്ലേ? ഫോർ എക്സാമ്പിൾ you can make a sentence with that reflexive pronoun. അത് പേഴ്സൺ ഓർ തിങ് എന്നും പറഞ്ഞ് നമ്മള് അതുപോലെ
അല്ല സെന്റൻസ് നിർമ്മിക്കൂ ഈ ഒരു ഇത് വെച്ചിട്ട് ഒരു സെന്റൻസ് മേക്ക് ചെയ്യൂ. I cut myself. ഓക്കെ. അതുൽ കൃഷ്ണ മൈസെൽഫ് ജോഷുവ ഷാജി ശരിക്കും ഒരു സെന്റൻസ് ആണോ? എന്താണ് മൈസെൽഫ് ജോഷുവ ഷാജി? മൈസെൽഫ് ജോഷുവ ഷാജി. മൈസെൽഫ് ജോഷുവ ഷാജി. നമ്മള് ഞാൻ ജോഷുവ ഷാജി എന്ന് പറയുന്നില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മളതൊരു സെന്റൻസ് ആയിട്ട് കണക്കാക്കുവോ? മാഡം അല്ല, ആ ഒരു സെന്റൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒരു ഫോർ ആൻ ഇൻട്രൊഡക്ഷൻ യു ക്യാൻ make such type of such type. And then Binoy. Madam, I am teaching myself. I am teaching myself. Myself എന്ന് പറയോ ബിനോയ്? Myself എന്നാണ് ഞാൻ പറഞ്ഞത് മാഡം. I am teaching myself. I teach myself. Okay. He hurt himself while cooking. Eh? He hurt himself while cooking. He hurt himself അല്ലേ? അല്ലെങ്കിൽ പറഞ്ഞോ. While cooking. കറക്റ്റ് ആണ്. അപ്പോ എന്താവട്ടെ ഇപ്പൊ പറയണ I told themselves അല്ലേ? I told themselves എന്ന് പറഞ്ഞു അല്ലേ? എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ അവരോട് തന്നെ പറഞ്ഞു എന്നല്ലേ? അല്ലേ? ഞാൻ അവരോട് തന്നെയൊക്കെയാണ് പറഞ്ഞതെന്നുള്ള അർത്ഥത്തില് എടുക്കാം അല്ലെ? അപ്പോ ഇവിടെ ഏത് സ്ഥലത്താണ് ഇപ്പോ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു വെർബ് ഉണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അല്ലെ? അങ്ങനെ നമുക്കൊരു സെന്റൻസ് മേക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലെ? ഞാൻ ജോഷി ഷാജിനോട് പറയണ ഒരു സെന്റൻസ് മേക്കിങ്ങില് സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും വന്നാലാണ് അതൊരു സെന്റൻസ് ആവുകയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോ ഒരു സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഒബ്ജക്റ്റിന്റെ സ്ഥലത്താണ് എന്ത് കിടക്കുന്നത്? themselves കിടക്കുന്നത്. അപ്പോ സാധാരണഗതിയിൽ റിഫ്ലക്റ്റീവ് ഒരു സബ്ജക്റ്റ്, ഒരു വെർബ്, വേറെന്താണ് മാഡം? ഒരു ഒബ്ജക്റ്റ്. ഇനി സെന്റൻസ് മേക്കിങ്ങില് she is looking at herself, allow myself. Okay, very good അല്ലേ? അപ്പോ എന്താണ് ഇതില് മാറ്റം വരാട്ടോ. ഇതെല്ലാം അത് S+V+ ഒബ്ജക്റ്റ് എന്നുള്ള സാധാരണ ഓർഡിനറി ആയിട്ടുള്ള ഒരു നിയമമാണ്. ഇതില് എന്തൊക്കെ വരാം? ഓക്സിലറി വെർബ് വരാം, മനസ്സിലായില്ലേ? റിലേറ്റീവ് പ്രോണൗൺസ്, ഇതെല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് ഒരു എന്താണ് സെന്റൻസ് മേക്കിംഗ് ചെയ്യാം. അത് ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് മേക്കിംഗ് we can make such type of sentence through this auxiliary verb and relative pronouns അല്ലെ? അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് സെന്റൻസ് മേക്കിംഗ് ഒക്കെ ചെയ്യാം. ഞാൻ സാധാരണഗതിയിൽ ഇനോർഡിനേറ്റ് ടൈപ്പ് we can use S+V+ object അല്ലെ? അപ്പൊ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് എന്ത് കിടക്കുന്നത്? ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് എന്ത് വരുന്നത്? themselves അല്ലെ? ആ themselves എന്ന് പറയുന്ന എന്ത് കിടക്കുന്നത്? ഇതെന്ത് റിഫ്ലക്റ്റീവ് പ്രോണൗൺ ഇവിടെ ഇപ്പൊ എഴുതിയ ഐ വരുമ്പോ themselves വരുമോ? ഇപ്പൊ കാണിച്ച അയ്യോ, I told they ആണോ? പ്ലീസ്, they ആണോ? അതാരും ഇല്ലല്ലേ? they told themselves കേട്ടോ. വെരി ഗുഡ്, ഞാൻ ശ്രദ്ധിച്ചില്ല. അത് ഐ വരുമ്പോ myself വരാൻ പാടുള്ളൂ. ഓക്കെ മോളെ, they told themselves അല്ലെ? അപ്പോ എന്താണ് ആ themselves എന്നുള്ളത് റിഫ്ലക്സീവ് പ്രോണൗണ്ട് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് എന്ത് കിടക്കുന്നത്? ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് എന്ത് കിടക്കുന്നത്? themselves കിടക്കുന്നത് കേട്ടോ. എനിക്ക് പറ്റിയൊരു തെറ്റാണ്. എന്താണ് ഞാൻ ഐ എഴുതിയിട്ട് എന്താണ് themselves എഴുതിയത്? കറക്റ്റ് അല്ല. എന്താണ് ഐ വരുമ്പോഴെപ്പോഴും myself വരാൻ പാടുള്ളൂ. ഞാൻ ബിനോയിനോട് നേരത്തെ പറഞ്ഞോളൂ അല്ലേ ബിനോയ്? അതെ മാഡം. എന്നിട്ട് ഞാൻ തന്നെ തെറ്റിച്ചു. ഐ ടോൾഡ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ.
കേട്ടില്ല എല്ലാവരും? അപ്പൊ മാഡം ദേ ടോൾഡ് ദംസെൽസ് വരൂലേ? അപ്പൊ ഐ ടോൾഡ് ദംസെൽസ് ആണോ? ഇല്ല, ഐ ടോൾഡ് ദംസെൽസ് വരില്ല. അതാണ് നേരത്തെ പറയാൻ ടോൾഡ്. ഐ വന്നു കഴിഞ്ഞാല് അവിടെ എന്ത് വന്നോളാം? മൈസെൽഫ് വന്നോളാം കേട്ടോ. ഓക്കെ. ദേ വന്നു കഴിഞ്ഞാൽ ദംസെൽസ് വന്നോളണം. അതായത് നമ്മുടെ ഇവിടെ പ്രധാന പ്രത്യേകത സബ്ജക്ട് എന്താണോ ആ സബ്ജക്റ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുകയാണ് ചെയ്യണത് കേട്ടോ. സബ്ജക്ട് എന്താണോ സബ്ജക്റ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുക, അത് മാത്രമാണ്. അപ്പോ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് ദംസെൽസ് കിടക്കുന്നത്. അത് റിഫ്ലക്റ്റീവ് പ്രോണൗണിന്റെ എന്താണ് പ്രധാന നിയമങ്ങളിലെ ഒന്നാണ്. എന്നാൽ they themselves told അല്ലെ, told him എന്നോ അങ്ങനെയൊക്കെ ആവാം. they themselves എന്താണ് they നമ്മൾ എഴുതിയത് എന്താണ്? they told themselves എന്ന് എഴുതി അല്ലെ. told him themselves എന്ന് എഴുതാൻ വേണമെങ്കിൽ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഹിം ഒക്കെ ചേർക്കാം കേട്ടോ. they themselves told അല്ലെ. അവരോട് തന്നെ അവനോട് പറഞ്ഞെന്നൊക്കെ എഴുതാം കേട്ടോ. they themselves told അല്ലെ. അപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്? സബ്ജക്റ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ എന്ത് ചേർത്തിരിക്കുന്നു? റിഫ്ലക്റ്റീവ് പ്രോണൗൺ ചേർത്തിരുന്നു. അതിനുശേഷം വെർബ് വന്നിരിക്കുന്നു. അതിനുശേഷം ഒരു ഒബ്ജക്റ്റ് വരും അല്ലെ. അതവിടെ ഹിമ്മാണെന്ന് വിചാരിക്കും, ഒരു ഒബ്ജക്റ്റ് അല്ലെ. അങ്ങനെയാണ് സെന്റൻസ് വരുന്നത്. അപ്പോ അതിനെയാണ് എംഫാറ്റിക് പ്രോണൗൺ എന്ന് പറയുന്നത്. മേഡം നമുക്ക് ഇതിന്റെ നോട്ട് സെപ്പറേറ്റ് ആയിട്ട് തരുമോ മേഡം? എന്താണ്? തരും തരും കേട്ടോ. അപ്പോ they themselves told him അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? നേരത്തെ പറഞ്ഞത് they told him themselves എന്നല്ലേ. ഞാൻ ഒബ്ജക്റ്റ് എഴുതിയിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഒബ്ജക്റ്റ് ചെയ്തത്. they told him themselves എന്നാണ് എഴുതിയത്. അപ്പൊ ഏത് സ്ഥാനത്താണ്? ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് ഈ themselves കിടക്കുന്നത്. എന്നാൽ എംഫാറ്റിക് പ്രോണൗണില് they themselves told him. ഓക്കെ ആയോ? ആർക്കെങ്കിലും ഇനി സംശയമുണ്ടോ? the themselves told him. അത് എംഫാറ്റിക് ആണെങ്കിൽ അല്ലേ മേഡം? എന്താണ്? എംഫാറ്റിക് അങ്ങനെയല്ലേ പറയണത്? they themselves told him. ഇത് എംഫാറ്റിക് ആണ്. ഇത് എംഫാറ്റിക്കും ഇത് റിഫ്ലക്സീവ് പ്രോനൗണിലുമാണ് ഇങ്ങനെ ഒരു നിയമം വരിക. ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത്, അതായത് ഏറ്റവും അവസാനം സെന്റൻസിന്റെ അവസാനം റിഫ്ലക്റ്റീവ് പ്രോനൗൺ കണ്ടു കഴിഞ്ഞാൽ അത് സാധാ റിഫ്ലക്റ്റീവ് പ്രോനൗൺ ആണെന്ന് വിചാരിക്കുക നിങ്ങൾ. ഇനി സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് ആ ഒബ്ജക്റ്റ് വരുന്നത്, അതായത് റിഫ്ലക്റ്റീവ് പ്രോനൗൺ വരുന്നതെങ്കിൽ അത് എന്താണ്? എംഫാറ്റിക് പ്രോനൗൺ ആയിരിക്കും കേട്ടോ. മനസ്സിലായി? അതായത് they told him themselves എന്ന് ഉദ്ദേശിക്കുന്നത് അത് റിഫ്ലക്സീവ് പ്രോനൗണും they themselves told him എന്ന് ഉദ്ദേശിക്കുന്നത് എംഫാറ്റിക് പ്രോനൗണും. അതെ. മനസ്സിലായി? മിസ്, ഇത് രണ്ടും വ്യത്യസ്തമായിട്ട് പറയണതിന്റെ ഉദ്ദേശം എന്നാ? വ്യത്യസ്തമായിട്ട് പറയുന്ന ഒരു ഉദ്ദേശം ഒന്നുമില്ല. ശരിക്കും എന്താണ് they told him themselves എന്ന് പറയുമ്പോൾ ഉള്ള ഇതും എന്താണ്? അത് റിഫ്ലക്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. സബ്ജക്റ്റിനെ ഒന്ന് റിഫ്ലക്ട് ചെയ്യിക്കുക എന്ന് മാത്രമാണ് അവിടെ ഉദ്ദേശിച്ചുള്ളത്. പക്ഷെ ഞാൻ തന്നെ എന്താണ് അവരോട് തന്നെ പറഞ്ഞു എന്ന് ഒന്ന് കാര്യം വ്യക്തമായിട്ട് തന്നെ അവതരിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏത് പ്രോനൗണിലേക്ക് വരണം? എംഫാറ്റിക് പ്രോനൗണിലേക്ക് വരണം. ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. മനസ്സിലായോ? ഏതെങ്കിലും എന്താണ് തരത്തിലുള്ള സ്പീച്ചൊക്കെ ചെയ്യുന്ന സമയത്തായിരിക്കുള്ളൂ നമുക്ക് അങ്ങനെ എംഫാറ്റിക് പ്രോനൗൺസ് ഒക്കെ വരിക. ആ ഒരു കേസസിൽ വരും. ഒരു സാധാരണ ഇതിലെ സ്പീച്ചിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ വരില്ല. മനസ്സിലായോ? സ്പീച്ച് എന്ന് ഉദ്ദേശിക്കുക അല്ലെ. അപ്പൊ അങ്ങനെ ആ സ്പീച്ചില് അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ഏതെങ്കിലും ഒരു ലൊക്കേഷൻസ് സംഭവത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളതൊക്കെ അല്ല ഇതെന്താണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ആ സാഹചര്യത്തില് ഇങ്ങനെ ചില പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ അതില് പ്രയോഗിക്കുന്ന ചില എംഫാറ്റിക് പ്രോനൗൺസ് ഒക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. ഇനി I washed dash in the
റിവർ. ഏത് വരും ഇവിടെ? ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞാ മതി. ഞാൻ ചോദിക്കുന്ന ആള് മാത്രം പറയുക കേട്ടോ. അവര് മാത്രം ഒന്ന് മ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. അജിൻ ഋഷി, അജിൻ ഋഷി, Ajin, can you hear me? Anshida? Avade Anshida? Yes, ma'am. Anshida, avade vannirikkunna subject edana Anshida? Subject. Myself. Subject aano myself? Wash ചെയ്തു. Washed. വാഷ്ഡ് എന്ന് പറയുമ്പോ ഞാൻ എന്താ ചെയ്ത്? പ്രവൃത്തിയല്ലേ വാഷ്ഡ് എന്ന് പറയണത്. ഞാൻ ചെയ്ത പ്രവൃത്തിയല്ലേ. ഞാൻ തുണി അലക്കി എന്നൊക്കെ പറയുമ്പോ ഞാൻ ചോദിച്ചത് ഇപ്പൊ അൻഷിതയോടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സബ്ജക്റ്റ് അൻഷിത, ഐ ആണ് സബ്ജക്ട് കേട്ടോ. യു ഐ എന്നൊക്കെ പറയൂലേ, അതിനാണ് സബ്ജക്ട് എന്ന് പറയുന്നത് കേട്ടോ. സബ്ജക്ട് ഇവിടുത്തെ നൗൺ ആണ് ഐ എന്ന് പറയും. വേറെ തരത്തിൽ പറയാം കേട്ടോ. സബ്ജക്ട് ഐ ആണ്. ഐ വന്നു കഴിഞ്ഞാൽ എപ്പോഴെന്ത് ഉപയോഗിക്കണമെന്നാണ് ഞാൻ പഠിപ്പിച്ചത്? myself. Yes, myself. myself ഓർത്തിരുന്നാ മതി അല്ലേ. ഐ മൈസെൽഫ് കേട്ടോ. ഞാൻ എന്റെ എന്നുള്ള ഇത് പഠിക്കാം. ഞാൻ എന്റെ കേട്ടോ. ഇതിനകത്ത് ഏത് വരും? ഒരു വേർഡ് വെച്ച് ഉപയോഗിച്ചു നോക്ക്. യുവേഴ്സ് അല്ലേ മാഡം? ദ അംബ്രല്ല ഈസ് യുവേഴ്സ്. ഞാൻ അവസാനം കറക്റ്റ് ഉത്തരം പറയാം. യുവേഴ്സ്. yourselves. യുവേഴ്സ്. അതിനൊരു പേടി. ഇവിടെ ഒരു റിഫ്ലക്റ്റീവ് പ്രോനൗൺ വരാൻ പാടുണ്ടോ? ഇല്ല അല്ലേ. യുവർ സെൽഫ് എന്നൊന്നും പറയേണ്ട കാര്യം. ഞാനിവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലെ. ഓപ്ഷൻസ് അല്ലെ. യുവേഴ്സ് എന്താണ്? നിങ്ങളുടേത് അല്ലേ. നിങ്ങളുടെ യുവർ എന്ന് പറഞ്ഞു ശരിയാവോ? പിന്നെ പറഞ്ഞോളൂ. അത് ഞാൻ ഓപ്ഷൻ നോക്കിയില്ല കേട്ടോ മേഡം. ഞാൻ വിചാരിച്ചു അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻ ആയിരിക്കും. പോട്ടെ സാരില്ല കേട്ടോ. അപ്പൊ ഇനി ഒരു എക്സാം ഒക്കെ വരുമ്പോ ഓപ്ഷൻ ഒക്കെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാനായിട്ട് കേട്ടോ. കേട്ടാ പിന്നെ ചെയ്തിട്ട് ആൾക്കാരാണ്. ഓപ്ഷൻ ഒക്കെ ശ്രദ്ധിക്കാതെ വരരുത് കേട്ടോ. അല്ല മേഡം ഇങ്ങനെ ആരും മാർക്ക് ശ്രദ്ധിച്ചില്ല മേഡം. ഞാൻ വിചാരിച്ചു മേഡം ക്വസ്റ്റ്യൻ ബാക്കി എഴുതിക്കോളാം വിചാരിച്ചു. ക്വസ്റ്റ്യൻ വായിക്കണം കേട്ടോ. നന്നായിട്ട് വായിച്ചിട്ടൊക്കെ വേണം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോ എന്താണ് യുവർ എന്ന് പറയുന്നത്? നിങ്ങളുടെ യുവേഴ്സ് അല്ലെ. യുവർ നിങ്ങളുടെ യുവേഴ്സ് അത് നിങ്ങളുടേതാണെന്നുള്ളതിലാണ് കേട്ടോ. നിങ്ങളുടേത്. അപ്പൊ ആ കുടം നിങ്ങളുടേതാണെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ. ഉത്തരം പറഞ്ഞവർക്കൊക്കെ പ്രത്യേക എന്താണ് കൺഗ്രാറ്റുലേഷൻസ് ഓൾ സ്റ്റുഡൻസ് കേട്ടോ. താങ്ക് യു മാഡം. ഇനി ഞാൻ അടുത്തതിലേക്ക് പോയാണ് കേട്ടോ. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കണു. ഓക്കെ ആയല്ലോ. അപ്പോ എന്നാലും ഞാൻ മൈസെൽഫ് എന്ന് പറയുമ്പോൾ എന്താണ്? മൈസെൽഫ് ഞാൻ തന്നെ
ഞാൻ തന്നെ എന്നുള്ള അർത്ഥത്തിലാണ് മൈസെൽഫ് എന്നത്. യുവർ സെൽഫ് പറയുമ്പോള് നീ തന്നെ, നിങ്ങൾ തന്നെ എന്നുള്ളത്. യുവർ സെൽഫ് ഉണ്ട്, യുവർ സെൽഫ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ തന്നെ, യുവർ സെൽഫ്സ് എന്ന് പറയുമ്പോൾ കേട്ടോ. ഹിംസെൽഫ്, ഹിംസെൽഫ് എന്ന് പറയുമ്പോ അവൻ തന്നെ. ഹെർ സെൽഫ് എന്ന് പറയുമ്പോ എന്തായിരിക്കുള്ളൂ? അവൾ തന്നെ. അവൾ തന്നെ. പിന്നെ അവർ സെൽഫ്സ് എന്ന് പറയുമ്പോ എന്തരും? ഞങ്ങൾ തന്നെ. അതന്നെ, ഞങ്ങൾ തന്നെ. എന്താണ് ഒരു ഡൗട്ട്? എന്താണ് പറയാൻ? പറഞ്ഞോ. ഞങ്ങൾ തന്നെ. themselves എന്താണ്? അവർ തന്നെ. അവർ തന്നെ. ഓക്കെ, വെരി ഗുഡ്. അവർ തന്നെ, അവൾ തന്നെ, ഞങ്ങൾ തന്നെ, ഞാൻ തന്നെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള വേർഡുകള് നമുക്ക് അവിടെ ഉപയോഗിക്കാം കേട്ടോ. ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചോളൂട്ടാ. ഞാൻ ചോദിക്കുന്ന ആള് പറയാട്ടോ. പല്ലവി, പല്ലവി പറഞ്ഞോളൂ. We decorated the room ourselves. Okay, very good. Ourselves. Okay, ഇല്ലേ? വേണ്ട. സീമ, സീമീനെ എന്താണ് പേര്? റിൻസി, പറഞ്ഞോളൂ, ഇതിന്റെ ഉത്തരം പറഞ്ഞോളൂ. He bought dash a car. He bought himself a car. Very good. Himself a car. ഓക്കെ, എല്ലാവർക്കും സംശയമൊന്നുമില്ലല്ലോ? ഇല്ല അല്ലേ? അപ്പോ ഐ എന്നും ഹി എന്നും ഷീ എന്നും ഇറ്റ് എന്നും പിന്നെ യു എന്നത് സിംഗുലർ ആയിരിക്കുമ്പോഴും നമുക്ക് SELF എന്ന് ചേർക്കണം. ഓക്കെ, SELF എന്ന് ചേർക്കണം. യു പ്ലൂരൽ ആകുന്ന സമയത്തും വി, ദേ ഇവയെല്ലാം പ്ലൂറൽസ് ആണ് അല്ലെ? ഇവയൊക്കെ വരുമ്പോൾ SELVES എന്നും ചേർക്കണം. ഈ നിയമം മറക്കരുത് കേട്ടോ. മറക്കോ ഇത്? മറക്കരുത് കേട്ടോ. അപ്പോ ഇതാണ്. അപ്പോ സിംഗുലറിന്റെ കൂടെ SELFും പ്ലൂറലിന്റെ കൂടെ SELVESും വരും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്തതിലേക്ക് പോയാണ് നമ്മള് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. മാഡം ഇതിന്റെ നോട്ട് എഴുതിയിട്ട് അടുത്തേക്ക് പോയാൽ പോരെ മാഡം? അല്ല, ഈ റിഫ്ലക്സീവ് പ്രോണൗണിന്റെ നോട്ട് എഴുതിയിട്ട് അടുത്തേക്ക് പോയാൽ പോരെ? കിട്ടിയില്ലല്ലോ? തരും കേട്ടോ. കിട്ടിയിട്ടില്ല അല്ലേ? അല്ല, ഇത് നോട്ട് മാഡത്തിന്റെ ഇതില് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിട്ട് അടുത്തതിലോട്ട് പോയാൽ പോരെ മാഡം? നോട്ട് ഈ റിഫ്ലക്സീവ് പ്രോണൗണിന്റെ കുറച്ചുള്ള നോട്ട് എഴുതിയിട്ട് അടുത്തതിലോട്ട് പോയാൽ പോരെ? അപ്പൊ കുറച്ചുകൂടെ ഐഡിയ കിട്ടും മാഡം. അല്ല, ഞാൻ നോട്ട് തന്നാ മതിയല്ലോ. ഓക്കെ. റിഫ്ലക്റ്റീവ് പ്രോണൗൺ എന്നാന്ന് മനസ്സിലായില്ലേ? മാഡം കുറച്ച് നോട്ട് കൂടെ എഴുതി വെച്ചാ പിന്നെ നമ്മൾ മറക്കൂല, അതാണ് പറഞ്ഞത്. നോട്ട് ഇപ്പൊ വേണോ? അല്ലെങ്കിൽ ഇതിവിടെ പഠിപ്പിച്ചിട്ട് മതി മാഡം. ഇതിവിടെ പഠിപ്പിച്ചിട്ട് മതി. ഞാൻ തന്നിട്ടുണ്ടല്ലേ, നോട്ട് തന്നിട്ടില്ലേ? സ്കൂൾ ക്ലാസ് ഉണ്ടോ മാഡം? ഇല്ലല്ലോ, വന്നിട്ടില്ലല്ലോ. ഓക്കെ, ക്ലാസ് റൂമിലുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ നോട്ട് ഉണ്ടാവും. ഞാൻ
തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ട്. അത് മാത്രം വന്നിട്ടുണ്ട് മിസ്, ഗൂഗിൾ ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ട്. അതെ അല്ലേ? ഓക്കെ ഓക്കെ. റിഫ്ലെക്സീവ് പ്രോണൗൺ വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി അടുത്തത് ഡെമോൺസ്ട്രേറ്റീവ് ആണ്. അല്ലേ? ഡെമോൺസ്ട്രേറ്റീവ് എന്തായിരിക്കും? ഡെമോൺസ്ട്രേറ്റീവ് വല്ല ഐഡിയ ഉണ്ടോ? ഡെമോൺസ്ട്രേറ്റീവ് എന്നൊക്കെ പറയുമ്പോ നമ്മളൊരു കാര്യത്തെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നതാണ്. ആയിരിക്കോ? ഒരു ഡെമോൺസ്ട്രേറ്റീവ് പ്രകടമായ അത് ശരി. പ്രകടമായ ഒരു അല്ലെ ഒരു ഇതോടുകൂടി അതിനെ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ കൊടുത്ത് അല്ലെ അവതരിപ്പിക്കുക അല്ലെ. അത് എങ്ങനെയായിരിക്കും? ഐഡന്റിഫൈ ചെയ്യുക അല്ലെ. ടു ഷോ ഓർ ഐഡന്റിഫൈ അല്ലെ. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാണെന്ന് പറയുന്നത്? വൺ നൗൺ ഓർ നമ്പർ ഓഫ് നൗൺസ് അല്ലെ. എങ്ങനെയുള്ള ഒരു നൗൺ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് നൗൺസ് ആയിരിക്കാം. പല കാര്യങ്ങളുണ്ടാവും. ഒരു ഡെമോൺസ്ട്രേഷനിൽ വരുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ കാണിക്കുകയോ ഒക്കെ ചെയ്യും അല്ലെ. ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ, ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അതെല്ലാം കാണിച്ചു തന്നിട്ടുള്ള ക്ലാസ്സുകളായിരിക്കുള്ളൂ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എന്ന് പറയുന്നത് അല്ലെ. ആണ് അല്ലേ? ഒരു മാത്സിന്റെ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ മാത്സിന്റെ ക്ലാസ്സില് ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും അല്ലെ. അപ്പോ എന്തിനെ കുറിച്ച്? ക്യൂബ്സ് ഒക്കെ ആണെങ്കിൽ ആ ക്യൂബിനെ കുറിച്ച് എന്ത് ചെയ്യും? അതവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. ആ ക്യൂബിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും അല്ലെ. ആ ക്യൂബ് കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ കുറിച്ച് ക്യൂബിനെ കുറിച്ചാണെങ്കിൽ ആ ക്യൂബിനെ കുറിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടൊക്കെ സാധിക്കുന്നത്. സിലിണ്ടേഴ്സ് ആയിക്കോട്ടെ, ക്യൂബ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ അല്ലെ, ട്രയാങ്കിൾസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അതിനെക്കുറിച്ച് എന്ത് ചെയ്യും? പറഞ്ഞു തരും അല്ലെ. അപ്പൊ എന്താണ് പയ്യാസ് ഫോറച്ച് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? പഠിച്ചില്ലേ? 2 പയ്യാസ് ഫോറച്ച് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം അല്ലെ. വോളിയൊക്കെ കാണാനുള്ള ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. 2 പയ്യാസ് ഫോറച്ച് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യും അല്ലെ. അതേപോലെ തന്നെ ഓരോന്നിന്റെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. ഇപ്പൊ ബയോളജിയിലാണെങ്കിൽ നമ്മൾ DNA സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് ആ DNA എന്താണ് അതിന്റെ ഒരു ഫിഗർ ഒക്കെ കാണിച്ചിട്ടായിരിക്കും എന്ത് വരുന്നത്? DNA ആ സ്ട്രക്ചർ ഒക്കെ കാണിച്ചിട്ട് അതിന്റെ എന്താണ് ആ മോഡലുകളൊക്കെ DNA മോഡൽ അവിടെ കാണിക്കും അല്ലെ. അതൊക്കെ കാണിച്ചു തന്നിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? ക്ലാസ് എടുക്കുന്നത്. അതാണ് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും എന്ത് ചെയ്യുക? ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക അല്ലെ. ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഉദാഹരണം പറയാൻ മനസ്സിലാകും. ഒരു കുട്ടി അവന്റെ കയ്യില് ഒരു ആപ്പിൾ പിടിച്ചിട്ട് അല്ലെ, ആപ്പിൾ ആണോ അല്ലെങ്കിൽ ഒരു ബുക്ക് പിടിച്ചിട്ട് ആ ബുക്ക് പിടിച്ചിട്ട് അവൻ പറയാണ് എന്താ പറയുന്നത്? എന്ത് പറയാം? ബുക്കാണെന്ന് പറയുന്നു അല്ലെ. ഇത് ബുക്കാണ് അല്ലെ, എന്റെ കയ്യിൽ ഇത് ബുക്കാണെന്ന് പറയുന്നു അല്ലെ. അത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പറയുന്നത് ഇത് ബുക്കാണെന്ന്. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു ടേബിളിൽ ഇരിക്കുന്ന ബുക്ക്, ടേബിളില് കുറച്ച് ബുക്സ് ഇരിക്കുന്നു അല്ലെ. ആ ബുക്ക് ഇരിക്കുമ്പോ അത് ബുക്കാണ് അല്ലെ, അത് ബുക്കാണ്, പുസ്തകമാണ് എന്ന് പറയുന്നു. ബുക്കിന്റെ പുസ്തകം ഒന്നും ഞാൻ എഴുതിയില്ല കേട്ടോ. ഇത് പുസ്തകമാണ്, അത് പുസ്തകമാണ് കേട്ടോ. അപ്പൊ ആ കുട്ടി ചൂണ്ടിക്കാണിക്കുക ചെയ്യുന്നത് അത് ബുക്കാണെന്ന് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ഡെമോൺസ്ട്രേഷൻ അവിടെ ഉണ്ട് അല്ലെ. ആ വസ്തു അവിടെ ഉണ്ട്. നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര അകലെയാണോ അടുത്താണോ അതിന്റെ നിൽക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ആ നൗണിനെ എങ്ങനെയായിരിക്കും നമ്മള് ചെയ്യുന്നത്? അതിന്റെ ദൂരവും അല്ലെ,
അടുത്തും, നിയർ ഓർ ഫാർ ഇൻ ഡിസ്റ്റൻസ് ഓർ ഇൻ ടൈം അല്ലെ, ആ ടൈമിൽ അല്ലെങ്കിൽ ഒരു എന്താണ് ദൂരം അല്ലെ, അത് അകലെയാണോ അടുത്താണോ എന്നറിഞ്ഞതിന് ശേഷം മാത്രം we can identify how to show അല്ലെങ്കിൽ നമുക്ക് ഷോ ചെയ്യാൻ പറ്റും അല്ലെ, കാണിക്കാൻ പറ്റും ഇൻ വൺ ഓർ എന്താണ് നമ്പർ ഓഫ് നൗൺസ് അല്ലെ, വൺ എന്നോ അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ നമ്പർ ഓഫ് നൗൺസിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് പോയിന്റ്സ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലാവാത്തവരുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല അല്ലെ? അപ്പോ ഞാൻ പറഞ്ഞത് ഷോ ഓർ ഐഡന്റിഫൈ അല്ലെ, ഒന്ന് ഐഡന്റിഫൈ ചെയ്തോ വൺ ഓർ എ നമ്പർ ഓഫ് നൗൺസ്. എങ്ങനെയാണ് നമ്പർ ഓഫ് നൗൺസ്? ദാറ്റ് മേ ബി, ഒരു പക്ഷെ അതെങ്ങനെയായിരിക്കാം, നമ്മുടെ അടുത്തായിരിക്കാം അല്ലെ, ദാറ്റ് മേ ബി നിയർ ഓർ ഫാർ അല്ലെ, അകലെ ആയിരിക്കാം, അടുത്തല്ലെങ്കിൽ അകലെ അല്ലെ, ഇൻ ഡിസ്റ്റൻസ് അല്ലെ, ഏതെങ്കിലും ദൂരത്തിലെ അടുത്തോ അകലെയോ ആയിരിക്കുന്ന ടൈമിൽ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നതാണ് എന്തെന്ന് പറയുന്നത്, എന്താ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതില് എന്താണ്, ഇവിടെ എന്തൊക്കെയാണ് ദിസ് എന്നും ദാറ്റ് എന്നും ദീസ് എന്നും പ്ലൂറൽ ആണെങ്കിൽ ദിസ്, അപ്പൊ നിയർ അടുത്താണെങ്കിൽ നമുക്ക് ഈ ദിസും ദാറ്റ് ഉപയോഗിക്കാം, അത് സിംഗുലർ ആണ് കേട്ടോ. ദിസ് അപ്പൊ ദീസ് ദോസ് ഇവ പ്ലൂറലാണ്. എന്താണ് അകലെയാണെങ്കിൽ നമുക്ക് ഈ വേർഡുകള് ഉപയോഗിക്കാം. ഒരു വസ്തുവിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ദിസ് ദാറ്റ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? എപ്പോഴാണ്? നിയർ നിയർ ആയിരിക്കണം അല്ലെ, അത് സിംഗുലറും ആയിരിക്കണം കേട്ടോ. സിംഗുലർ. മിസ്സേ ഒരു ഡൗട്ട് ഉണ്ട്. ദിസും ദീസും അല്ലേ നമ്മൾ നിയർ ആണെങ്കിൽ ഉപയോഗിക്കുന്നത്, അതുപോലെ ദാറ്റും ദോസും ഫാർ ആണെങ്കിൽ അങ്ങനെയല്ലേ? ദിസ് സിംഗുലറും ദീസ് പ്ലൂറലും അല്ലേ? അപ്പൊ അതല്ലേ നമ്മൾ നിയർ ആയിട്ട് ഉപയോഗിക്കുന്നത് അടുത്തുള്ള വസ്തുവിനെ കാണിക്കാൻ? ഇല്ല, അതല്ല. ദാറ്റ് എന്ന് പറയുന്നത് അത് ദൂരത്തല്ലേ കാണിക്കുന്നത്. അത് കറക്റ്റ് ആണ്, ദിസ് ദാറ്റ് അല്ലെ, ഞാൻ അതിന്റെ പ്ലൂറലാണ് പറഞ്ഞത്. മനസ്സിലായോ? ഞാൻ ഫാറെന്നല്ലേ തന്നത് അല്ലേ? മിസ് ഞാൻ പറഞ്ഞത് ദിസും ദീസും അതുപോലെ അതെ, ഞാൻ പറയാം. ദിസ് എന്നുള്ള ദിസിന്റെ പ്ലൂറലാണ് ദീസ്. മനസ്സിലായോ? അപ്പോ ശരിയാണ്, നിയർ ആയിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ദിസും ദീസ് ഉപയോഗിക്കാം. കറക്റ്റ് ആണ് പറഞ്ഞത്. മാം നിയർ ആയിരിക്കുമ്പോ ദാറ്റ് ഉപയോഗിക്കും. ദാറ്റ് എന്ന് പറയുമ്പം ദൂരത്തെ സൂചിപ്പിക്കണല്ലേ? ദാറ്റ് എന്ന് പറയുമ്പോ അത് എന്ന് പറയണ അടുത്തിരിക്കുന്ന ഒരു വസ്തുവിനെ അല്ലല്ലോ സൂചിപ്പിക്കുന്നത് ദാറ്റ് എന്ന് പറയുമ്പോ. അല്ല അല്ല, ദിസ് എന്ന് പറയുമ്പോഴാണ് അടുത്തിരിക്കുന്ന ഒരു സബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം കേട്ടോ. മാം ദിസും ദാറ്റും നിയർ എന്നല്ലേ നേരത്തെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ചോദിച്ചു. ഒരു കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, അതെന്ത് ചെയ്യുന്നു, ആപ്പിള് കയ്യിൽ വെച്ചിട്ട് പറയുന്നു, ആപ്പിളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എടുക്കാട്ടോ, ഞാനിവിടെ ആപ്പിളാണ് തേക്ക് വരക്കാൻ സുഖം ആപ്പിളായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ആപ്പിൾ എടുത്തത് കേട്ടോ. കേട്ടോ? എന്റെ കയ്യിൽ വെച്ചിട്ട് എന്ത് പറയണ അയാള്, ആ കുട്ടി എന്ത് പറയുന്നു, ആപ്പിളായിട്ടുണ്ടോ? ദിസ് ഈസ് ആൻ ആപ്പിൾ അല്ലേ?
എന്ത് പറയുന്നു? ഇത് ആപ്പിൾ ആണെന്ന് പറയുന്നു അല്ലെ. ഇനി ഇതെന്തേ ഇതിന്റെ പ്ലൂറൽ ആയിട്ടുള്ള ഇത് പറയാ അല്ലെ. എന്താണ്? കുറെ ആപ്പിൾ വെച്ചിട്ട് പറയാ. എന്ത് പറയാം? അടുത്താണ് കേട്ടോ. അപ്പൊ അടുത്തായിരിക്കുള്ളൂ കേട്ടോ. എന്താണ്? These are apples. These are apples. ഓക്കെ ആയോ ഇപ്പോ? Okay, miss. ഇനി ആ കുട്ടി തന്നെ കുറച്ച് അകലെ അല്ലെ, കുറച്ച് അകലെ എവിടെയൊക്കെ അല്ലെ, ഒരു എന്താണ് പാത്രത്തില് കുറച്ച് എന്താണ് ആപ്പിൾ ഇരിക്കുകയാണ് അല്ലെ. അപ്പോ എന്ത് പറയുന്നു? ദാറ്റ് ഈസ് ആൻ അല്ലെ, ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് ദാറ്റ് ഈസ് ആൻ ആപ്പിൾ. ഓക്കെ. Yes, miss. ഓക്കെ അല്ലെ. അവിടെ കുറെ ആപ്പിൾ ഉണ്ടെങ്കിലോ അവിടെ Those are apples. apples. those are apples. മനസ്സിലായോ? Okay, miss. മനസ്സിലായില്ലേ? ഇത്രയുള്ളൂ കാര്യം. ഓക്കെ മാം. ഇതാണ് എന്ത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നു. ഓക്കെ. ഇനി അടുത്തത് ഇൻഡെഫിനിറ്റ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടീവ്. Indefinite and distributive pronoun അല്ലെ. ഇൻഡെഫിനിറ്റീവ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗണെ കുറിച്ചാണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത്. എന്നാല് 5 മിനിറ്റിൽ അല്ലെ ഞാൻ നമ്മള് എന്തൊക്കെയാണ് ഇപ്പോ ഇന്ന് പഠിച്ചതിനെ കുറിച്ച് എന്തൊക്കെയാണ് അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് പഠിക്കാം. സംശയമില്ലാതെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പോകാം. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? റിഫ്ലെക്സീവ് പ്രോനൗൺ. എല്ലാവരും ഞാൻ ചോദിക്കുന്ന ആള് മാത്രം ഒന്ന് പറഞ്ഞാൽ മതിയാവും കേട്ടോ. ചോദിക്കുന്ന ആള് മാത്രം ഒന്ന്. ഷിൽജ തെറ്റിക്കോട്ടെ കേട്ടോ, കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാം അത് കേട്ടോ. തെറ്റിയാലും ഒരു പ്രോബ്ലം ഇല്ല, ഞാൻ പറഞ്ഞു തന്നോളാം. ഷിൽജ വന്നോ? എന്നിട്ട് പറയേ ഷിൽജ. ഇല്ലേ ഷിൽജന്റെ അവിടെ പോയി? ശിവലക്ഷ്മി രാധാകൃഷ്ണൻ വരൂ, നല്ല ചുടിയോടുകൂടി അങ്ങോട്ട് വരൂ. ജോഷേഷാജി പോയണോ? ഇവിടെ തന്നെയുണ്ട്. ഇവിടെ തന്നെയുണ്ട് അല്ലേ. സുലൈമാൻ ആരും എന്താ വിളി കേൾക്കാത്ത? എല്ലാവരും ഊണൊക്കെ കഴിച്ചുറങ്ങിപ്പോയോ? ആ ഒന്ന് പറഞ്ഞേ, മനസ്സിലായത് ഒന്ന് വേഗം ഒന്ന് ചുരുക്കി പറഞ്ഞാ മതി. അവനവന്റെ ഭാഷയിൽ പറഞ്ഞാ മതി. എനിക്ക് റിഫ്ലക്റ്റീവ് പ്രോണൗണിനെ കുറിച്ച് പഠിച്ചു. അത് എന്ന് പറയുന്നത് നമ്മൾ ഊന്നി പറയുന്നതായിട്ട് സൂചിപ്പിക്കുന്നു. ഐ ഡിഡിന്റ് എന്ന് പറയുന്നത്. അതിൽ വേറൊരു കാര്യം ഉണ്ടല്ലോ, സബ്ജക്റ്റിന് എന്ത് ചെയ്ത് കാണിക്കുന്നു? റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നു. അയിന്ന് വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ഐ എന്ന് വരുമ്പോ മൈസെൽഫ് എന്ന് വരുന്നു. എക്സാമ്പിൾ I didn't myself. I did it myself. Okay. Action on of the subject. മനസ്സിലായി. ആക്ഷൻ ഓഫ് ദ സബ്ജക്റ്റ് മനസ്സിലായത് പറഞ്ഞാ മതി കേട്ടോ. ഇത് ഡിസ്ക്രൈബ് ചെയ്തിട്ട് വായിക്കണമെന്നൊന്നും അതിന്റെ ഡെഫിനിഷൻ കൊടുക്കണമെന്നൊന്നുമില്ല. എന്താ മനസ്സിലായത് നിങ്ങൾക്ക് അത് പറയൂ. യു എന്ന് വരുമ്പോൾ യുവർ സെൽഫ് എന്ന് വരും. യുവർ സെൽഫ്സ് എന്നോ യുവർ സെൽഫ് കേസിലാണ് കേട്ടോ. അത് ഇതാവുള്ളൂ കേട്ടോ. സബ്ജക്റ്റ് സിംഗുലർ ആകാറുള്ളൂ യുവിൽ കേട്ടോ. ഹി ഹിംസെൽഫ്, ഷീ ഹെർസെൽഫ്, they themselves, we ourselves,
Me, myself. ആണോ സെൽസ് കേട്ടാ. എങ്ങനെ എന്താ മാം? പ്ലൂറൽ വരുമ്പോ സെൽസ് എന്ന് ചേർക്കണം കേട്ടാ. അതെ അതെ, സിംഗുലർ വരുമ്പോൾ സെൽഫ് എന്നും പ്ലൂറൽ വരുമ്പോൾ സെൽഫ്സ് എന്നും വരുന്നു. ഓക്കെ. ആ അടുത്തയില് അടുത്തത് Emphatic. അല്ല അത് തമ്മിലുള്ള വ്യത്യാസം അടുത്തത് നമ്മൾ പഠിച്ചത് ഏതാ? Demonstrative. ഡെമോൺസ്ട്രേറ്റീവ് അല്ലേ? ആ ഐഡന്റിഫൈ കാണിച്ചു തരുന്ന, ഐഡന്റിഫൈ ചെയ്യുന്ന ഇതിനെയാണ് ഡെമോൺസ്ട്രേറ്റീവ് നൗൺ എന്ന് പറയുന്നത്. അകലെ, അകലെ എന്നുള്ളതാണോ അടുത്താണോ? അകലെയുള്ള ദൂരം. ബിനോയ് സുലൈമ പറയട്ടെ. അകലെയുള്ളതിനെ അടുത്തുള്ളതിനേക്കാ എന്ത് ചെയ്യാൻ പറ്റുന്നു? To show ചെയ്യിക്കും or identify or numbers of noun. ആണോ മാം? നമ്പേഴ്സ് ഓഫ് നൗൺ, വൺ ഓർ നമ്പേഴ്സ് ഓഫ് നൗൺ അല്ലേ? അതെ അതെ അല്ലെ, അക്കോർഡിംഗ് ടു നിയർ ഓർ ഫാർ അല്ലേ? അതെ. അതെ. ഫോർ എക്സാമ്പിൾ അല്ലേ? അല്ല, ഒരു ഇതൊക്കെ നന്നായിട്ട് ഒന്ന് മനസ്സിലായില്ലേ ഇപ്പൊ? ഏകദേശം മനസ്സിലായി. മനസ്സിലായി. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടാ. കേട്ടാ എല്ലാവരും. ഞാൻ വിളിച്ചിട്ട് വരാത്തവര് ഷിൽജയൊക്കെ ഉണ്ട് ഇവിടെ. ഷിൽജാപ്പി നല്ല പാട്ടാണല്ലോ, സൂപ്പർ പാട്ടാണല്ലോ കുട്ടിയുടെ. സുസ്മിത മോന്റെ പാട്ടാണോ കേട്ടെ? മ്യൂട്ടാതെ അവളെന്നെ ഓണാക്കിയത്. സോറി മോളാണ് മോള്. മോളാണല്ലേ? പാട്ട് പാടിയതാണ് മേഡം. എന്താ പാട്ട് പാടിയതാണ്. പാട്ട് പാടിയതാണ്. സോറി, ഞാൻ അതൊരു കുഴപ്പമില്ല, പാട്ട് പാടാൻ തന്നെ ഞാനും പാടും അത്യാവശ്യം. അതെ, അന്ന് നമ്മൾക്ക് കേൾക്കണമല്ലോ അല്ലേ? പിന്നീട് പാട്ട് കേൾക്കല്ല മേഡം? കേൾക്കണം. ഞങ്ങളെ കേൾക്കാൻ കാത്തിരിക്കും പിന്നോട് പാട്ട് ദിവസം കേട്ടോ. ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ കേൾക്കായിരുന്നു മേഡം, നമുക്കിപ്പോ ഓൺലൈൻ അല്ലേ. അത് ശരി. പല്ലവിയൊക്കെ പാടും തോന്നണം. പള്ളിയിലൊക്കെ പാടും അല്ലേ പല്ലവി? അല്ലേ, പല്ലവി ഒന്നും മിണ്ടണില്ല. പല്ലവി പാടും അല്ലേ? ശരിയാണോ പല്ലവി? പിന്നെ ഞാൻ അത്യാവശ്യം പാടും. പിന്നെ ഇവര് ആക്ടിങ് ഉണ്ട് മേഡം. ആക്ട് ചെയ്യോ? ഓ, അത് ശരി. ബിനോയ് ഒരു സകലകല വല്ലഭൻ തന്നെ അല്ലേ? ചാൻസ് ഉണ്ടപ്പോ വിളിക്കാം. പല്ലവി നല്ലൊരു തമിഴ് പാട്ടൊക്കെ പഠിച്ചിട്ടോളൂ കേട്ടോ. പല്ലവി ഞാൻ പാടില്ല മേഡം, അല്ലേ? നമുക്ക് എന്തെങ്കിലുമൊക്കെ പാടാം കേട്ടോ. മേഡം പാടോ മേഡം? പിന്നെ നമ്മളൊക്കെ പാടില്ലേ, നന്നായിട്ടൊക്കെ പാടും കേട്ടോ. മേഡം സ്റ്റേജിൽ പോയൊക്കെ പാടിയിട്ടുണ്ടോ? പിന്നെ പാടിയത് ഞാൻ അങ്ങനെ വലിയ സ്റ്റേജിൽ പോയൊന്നും പാടിയിട്ടില്ല. അത് പാടിയിട്ടില്ല. ഇല്ല, ചെറിയ സ്റ്റേജ് മേഡം. വല്ല കല്യാണം വന്ന അവിടുത്തെ വേദിയിൽ പാടും, അത്രയല്ല. നിങ്ങളൊക്കെ മ്യൂട്ട് ചെയ്യണമെങ്കിൽ രണ്ടുപേരും പാടാം. പറഞ്ഞോ മേഡം? മ്യൂട്ട് ചെയ്ത് എല്ലാവരും. ഞാൻ പറയാനോട് ഓക്കെ, പറഞ്ഞോ മേഡം? എന്തേ കേട്ടിട്ട് പോട്ടെ, രണ്ടുപേരും പാടി. ഓക്കെ ഓക്കെ. തേരിറങ്ങുമുകിലേ മഴത്തൂവലൊന്നു തരുമോ, തോവലിഞ്ഞ മിഴിയിൽ
ഒരു സ്നേഹനിദ്രയെഴുതാം. ഇരുൾ മൂടിയാലുമെൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ. തേരിറങ്ങുമൊയിലേ മഴത്തൂവലൊന്നു തരുമോ? വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായി പാടട്ടോ. അല്ലേ, കലക്കിയല്ലേ? നമുക്ക് അതന്നെ, നമുക്ക് സന്തോഷിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ. താങ്ക് യു മിസ്. ഓക്കെ.